എൻ്റെ വയസ്സ് 67 കഴിഞ്ഞ് 68 കടന്നേക്കണം. പിന്നെ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ജോലിക്ക് ഇറങ്ങിയത്. ഷുഗറുണ്ട്, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ള പണിയെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഡ്യൂട്ടി ടൈം 6 മണിയാണ്. ഞാൻ 5:30 എത്തും. 5:30 എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ചെടിയൊക്കെ നനക്കും, ഫ്രണ്ട് വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. അതൊക്കെ തന്നെയല്ല, 6 മണി കഴിഞ്ഞിട്ട് വൈകുന്നേരം 6 മണി വരെ എൻ്റെ ഡ്യൂട്ടി. പിന്നെ ഈ ചെടി നോക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണ്. വളരെ പറഞ്ഞിട്ടില്ല, ചെടിയോട് എനിക്ക് ഭയങ്കര ആത്മാർത്ഥത ഉണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ട് വശത്തെ കംപ്ലീറ്റ് ചെടി ഞാൻ നടക്കുന്നത്. വേറെ പ്രതിഫലം ഉദ്ദേശിച്ചല്ല. സാധാരണ 8 മണിക്കൂറല്ല എടുത്തത്, ഇവിടെ 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സാഹചര്യം മോശം, അതുകൊണ്ട് നമ്മൾ ഈ പണിക്ക് ഇറങ്ങിയത്. മറ്റുള്ള പണിയൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ പണിക്ക് ഇറങ്ങിയത്. വന്ന ആൾക്കാരുമായിട്ട് ചിലവര് ചൂടന്മാരുണ്ടാവും, ചിലവര് നല്ല ആൾക്കാരുണ്ടാവും, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. കോളേജിൽ ആദ്യം രാവിലെ എത്തുന്ന ഞാൻ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഒന്ന് ക്ലീൻ ചെയ്യും, ഫ്രണ്ടിലെ ചെടികളൊക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേൻ്റെ ടൈമായ 6 മണിയായി. ഇത് ലൈറ്റുകൾ കിടത്തേണ്ട ലൈറ്റുകളുണ്ട്, രാവിലെ കിടത്തണം, വൈകുന്നേരം പോകുമ്പോൾ എല്ലാം ലൈറ്റ് ഇടണം, ഗേറ്റ് അടക്കണം. അതൊക്കെ എൻ്റെ പണിയാണ്. ഇപ്പം കണ്ടിന്യൂ ആയിട്ട് ഇത്ര നാൾ അങ്ങനെ തന്നെ ചെയ്തു പോകും. പിന്നെ അങ്ങനെ പോകുന്നത്രയും മുന്നോട്ട് മാത്രമേ. വന്ന പിള്ളേരെ നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മൾ കാണുന്നത്. അനുസരിച്ച് പിള്ളേരുടെ പെരുമാറിക്കുമ്പോൾ ആരും നമ്മളോട് ചൂടാവുകയൊന്നുമില്ല. ഇവിടെയുള്ള ഈ കൊളിയും ഇവിടെ തൊട്ട പിള്ളേർ നമ്മളോട് തിരിച്ച് മറുത്തു പറയൂല. ഞാൻ ചൂടായി സംസാരിച്ചാൽ പോലെ അവർ എന്നെ അറിയാവുന്നതുകൊണ്ട് അവരെന്നോട് ചൂടാവില്ല. കോളേജുകാരെ നമ്മളെ തന്നെ, അപ്പോൾ അവർ പറയുന്ന പണിയൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പറഞ്ഞതല്ല എന്നുള്ളത്. അതുകൊണ്ട് പിള്ളേരാരും നമ്മളോട് മോശമില്ല. നമ്മൾ ആ പിള്ളേരായാലും പെൺപിള്ളേരും എൻ്റെ മക്കളെ പോലെ തന്നെ അവരുടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര നാളെങ്കിലും 3-3.5 വർഷമായി ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരോട് എങ്ങനെ വരുവാണെന്ന് അതനുസരിച്ച് പിള്ളേർ നമ്മളോട് തരും. ജോലി എടുക്കാൻ പറ്റുന്ന കാലം വരെ ജോലി എടുക്കണം, അത്രയേ ഉള്ളൂ. ആരെ ആശ്രയിക്കാതെ ജീവിക്കണം, അത്രയേ ഉള്ളൂ.